ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗോണിയ ചെടിയാണ്. ബിഗോണിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി പൂക്കളുണ്ട്. അതായത് അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ക്യൂട്ടാണ്, ചെറിയ ഇതേപോലെ നല്ല സ്വീറ്റ് പൂക്കളാണ്. അത് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ബിഗോണിയ. അപ്പോൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഇതിൻ്റെ അകത്ത് പൂക്കൾ കാണും. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. അതുപോലെ വൈറ്റ്, ഇത് കണ്ടോ, ഇതൊരു നല്ലൊരു ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ്. അതുപോലെ ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള പൂക്കളുണ്ട്. ഒത്തിരി നിറത്തിലുള്ള പൂക്കളുണ്ട്. അതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ തന്നെ. അതായത് ഇവർ പറയുന്നത് ഏകദേശം ഒരു 2000-ൽ കൂടുതൽ സ്പീഷീസ് ഉണ്ട് ബിഗോണിയ ഫാമിലിയിലുള്ള ചെടികൾ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളിന്ന് ബിഗോണിയ ചെടികളും അതുപോലെ മറ്റ് വർഷം മുഴുവൻ പൂക്കുന്ന ചെടികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു നവംബർ സമയത്ത് ചെടികളൊക്കെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ പൂക്കളുടെ ഒരു ടൈമാണ്. മുറ്റം നിറയെ പൂക്കളാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. ഇത് കണ്ട്, ഇതൊരു വൈറ്റും അതിൻ്റെ എൻഡിലൊരു പിങ്ക് ഷെയ്ഡോടുള്ള ടൈപ്പ് ബിഗോണിയാണ്. അതുപോലെ തന്നെ നിറയെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള, ഇത് വൈറ്റാണ്, ഇത് പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു മഞ്ഞ നിറത്തിലുള്ള ഇങ്ങനെ ഉണ്ട്. അതാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അതിൻ്റെ പൂക്കൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ബിഗോണി ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും നല്ലപോലെ പൂക്കുന്ന ഒരു ചെടിയാണ് മൊസാണ്ട. മൊസാണ്ട എന്ന് പറഞ്ഞാൽ പല നിറത്തിലും പല കളറിലുള്ള വെറൈറ്റി മൊസാൻഡേഴ്സ് ഉണ്ട്. ഈ മരം തന്നെ കണ്ടോ, നമ്മുടെ ഈ മൊസാണ്ട വെക്കാനുള്ള കാരണം, പ്രത്യേകിച്ച് ഞാനത് നടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇല കാണാതെ ഇതേപോലെ കൊലകൊലയായിട്ട് നിറയെ പൂക്കളായിരിക്കും. അത് വളരെ ഒരു അട്രാക്ഷനാണ്. ഏത് വീടിൻ്റെയും മുമ്പിൽ ഒരു മൊസാണ്ട ഉണ്ടെങ്കിൽ ആരും നോക്കിപ്പോവും. അതുപോലെ ബ്യൂട്ടിഫുള്ളാണ്. അതുമാത്രമല്ല ഇതിന് ഒരുപാട് കെയർ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അത് ഫുൾ കവേർഡായിട്ട് ഫ്ലവേഴ്സ് വരും. അതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ബൊഗൈൻവില്ലയാണ്. ബൊഗൈൻവില്ലയും നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ പൂക്കൾ നമുക്കൊരു മാർച്ച് വരെ നമുക്ക് പൂക്കൾ കിട്ടും. അതും ബൊഗൈൻവില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്, നാടൻ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മുള്ളില്ലാത്ത ബൊഗൈൻവില്ലയുടെ ചെടികൾ വരെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സാണ്, ഒരുപാട് കളേഴ്സ്, മിക്സഡ് കളേഴ്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. അതിന് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ വെക്കുകയാണെങ്കിൽ ബൊഗൈൻവില്ല ഈസി ആയിട്ട് പിടിച്ച് കിട്ടും. അത് മാത്രമല്ല, എവിടെന്നെങ്കിലും കമ്പ് മുറിച്ച് നട്ടാലും മതി. കമ്പ് മുറിച്ച് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അന്നേരം നിങ്ങൾക്കത് എങ്ങനെയാണ് കമ്പ് മുറിച്ച് നടുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇതേ രീതിയിൽ കമ്പ് മുറിച്ച് നമുക്ക് മൊസാണ്ടയും കമ്പ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ പല കളേഴ്സ് കിട്ടും. ഇതും ഈ ഒരു സമയത്ത് നമ്മൾ NPK വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നവംബറിൽ അവസാനം പകുതി കഴിയുമ്പോഴത്തേക്ക് പൂക്കൾ കൊണ്ട് നിറയും. അതായത് ബൊഗൈൻവില്ലയുടെ ഒരു പ്രത്യേകത അതിൻ്റെ പൂക്കൾ തന്നെയാണ്. ആരും അതിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആരുമില്ലെന്ന്. അത് റോസിനെ പോലെ തന്നെ ഇതിന് മുള്ളുണ്ട്, പക്ഷേ എങ്കിൽ തന്നെയും അതിൻ്റെ പൂക്കൾ കണ്ടാൽ ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്, കുള്ളൻ ബൊഗൈൻവില്ലാസ് ഉണ്ട്. അതുപോലെ നമുക്ക് പടർത്തി കമ്പിൽ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിടുന്ന ടൈപ്പുണ്ട്. ഇതുപോലെ പല വെറൈറ്റി ബൊഗൈൻവില്ലാസ് ഉണ്ട്. ഇത് ഒരു ബൊഗൈൻവില്ലയുടെ ഒരു കളറാണ്. വൈറ്റൊക്കെ ഒത്തിരി ഭംഗിയാണ്. വൈറ്റ്, പിങ്ക്, യെല്ലോയ്, അങ്ങനെ ഒത്തിരി കളേഴ്സുണ്ട്. ഇതിൻ്റെ കെയറും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ മണ്ണ് നല്ല സൂര്യപ്രകാശത്ത് വേണം ബൊഗൈൻവില്ല ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. പിന്നെ NPK വളങ്ങൾ, നല്ല പോലെ പൊട്ടാഷ്യം വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബൊഗൈൻവില്ലാസ് പൂക്കത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റോസാണ്. റോസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നല്ല വലിപ്പമുള്ള കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം. എന്നു മാത്രമല്ല നമ്മുടെ വർഷം മുഴുവൻ റോസ് പൂക്കും. അതിനുള്ള വളങ്ങളും നമ്മൾ അതുപോലെ കെയർ ചെയ്താൽ മാത്രം മതി. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി റോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ
ഇക്സോറ പ്ലാന്റാണ്. ഇക്സോറയും നിറയെ പൂക്കളുണ്ടാകുന്നു. വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഇക്സോറ. ഒരുപാട് കെയർ വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇക്സോറ. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മാരിഗോൾഡാണ്. മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇത് നമുക്ക് സീഡ്സ്, അതായത് വിത്തിട്ട് പാകിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തൈകൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ കമ്പ് മുറിച്ച്, അതായത് കമ്പിലെല്ലാം ചെറിയ നാര് പോലെയാണ് ഇതിൻ്റെ വേര് വരുന്നത്. അതിന് കമ്പ് മുറിച്ച് വെച്ചാലും മതി, നമുക്ക് മാരിഗോൾഡിൻ്റെ തൈകൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല സൺലൈറ്റ് ഉള്ള പ്രദേശത്ത് വെക്കണം. നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സമയത്തൊക്കെ നല്ല പോലെ പൂക്കുന്ന സമയമാണ്. അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡാനയാണ്. ലാൻഡാനയും ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയാണ്. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ PVC പൈപ്പിൽ വെച്ച ലാൻഡാനയാണ്. ഇത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരുന്നു. വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റോസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. ഓർക്കിഡ്സും നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ. ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പ് അറ്റ്മോസ്ഫിയറാണ് ഓർക്കിഡ്സ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ജാനുവരി ഡിസംബർ ടൈമിൽ നല്ല പോലെ പൂക്കൾ കിട്ടും. ഇപ്പോൾ തന്നെ പൂത്ത് തുടങ്ങുന്ന ഒരു ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡാനയുടെ കാര്യം പറഞ്ഞത്, അത് ലാൻഡാനയും നമ്മൾ വെക്കുമ്പോൾ നല്ല വായു സഞ്ചാരമുള്ളൊരു ഏരിയ നോക്കി വെക്കുക. അതുപോലെ തന്നെ നല്ല പോലെ ഒരു 6 to 8 hours സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്രദേശം നോക്കി വെക്കണം. എന്നാൽ മാത്രമേ ലാൻഡാന പൂക്കത്തുള്ളൂ. അത് പൂക്കണമെങ്കിൽ മെയിനായിട്ട് വേണ്ടിയ ഒരു കാര്യം, വേറെ ഒരു വളം ഇട്ട് കൊടുത്തില്ലെങ്കിലും സൺലൈറ്റ് വേണം. നല്ലൊരു 6 മുതൽ 8 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന പ്രദേശത്ത് വേണം ഇത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴത്തിൻ്റെ തൊലി ഇട്ട് വെക്കുന്ന ആ ഫെർട്ടിലൈസർ, അത് പൊട്ടാഷ്യം റിച്ച് ഫെർട്ടിലൈസറാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനൊക്കെ നമ്മൾ നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു നുള്ള് NPK ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താലും മതി, നിറയെ പൂക്കളുണ്ടാവും. നിങ്ങളെങ്ങനെയാണ് ലാൻഡാന ചെടികൾ കെയർ ചെയ്യുന്നതെന്നും എന്ത് വളമാണ് കൊടുക്കുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പം യെല്ലോ കളറാണ്. എൻ്റെ കയ്യിൽ ഒരു 2-3 കളർ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൽ മാത്രമേ ഉള്ളൂ പൂവ്. അതുപോലെ വേറൊരു റെഡ് വെറൈറ്റി ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം ഞാൻ. ഇത് കമ്പ് മുറിച്ച് നട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ കമ്പ് മുറിച്ചും വെക്കാം. അതുപോലെ തന്നെ തൈ നമുക്ക് നഴ്സറികളിൽ വാങ്ങാനും കിട്ടും. തൈ വെച്ചാൽ നമ്മുടെ ലാൻഡാനാസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ലാൻഡാനയുടെ റെഡ് വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വേറൊരു വെറൈറ്റി കളറാണ്. ഇതും കാണാൻ ഒത്തിരി ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് ഞാൻ ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇതിന് വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല. സാധാരണയായിട്ട് നമ്മുടെ ഓർഗാനിക്കായിട്ട് ഉള്ളിത്തൊലി കൊണ്ടുള്ള ഫെർട്ടിലൈസർ, അതുപോലെ പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഫെർട്ടിലൈസറൊക്കെയാണ് സാധാരണയായിട്ട് ഇതിന് കൊടുക്കാറുള്ളത്. ബൊഗൈൻവില്ല, ഇതേപോലെ തന്നെ മൊസാൻഡയുടെ വെറൈറ്റീസ് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. മൊസാൻഡയുടെ വേറൊരു വെറൈറ്റി കൂടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനിപ്പോൾ നട്ട് വെച്ചിരിക്കുന്നുള്ളൂ. ഇലയൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അതായത് നല്ലപോലെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ ആ ചെടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ടൈമിൽ നമുക്ക് നല്ലതുപോലെ ചെടികൾ പൂക്കുന്ന സമയമാണെന്ന് പറഞ്ഞാൽ ഇക്സോറ ചെടികൾ പൂക്കുന്ന ഒരു ടൈമാണ് ഇപ്പോഴും. ഇക്സോറ ചെടികൾ, അതുപോലെ തന്നെ മൊസാൻഡ, ഇതുപോലുള്ള ചെടികളെല്ലാം ഏകദേശം ഒരേ ഫാമിലിയിൽ വരുന്ന ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ചെടികൾക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു കാര്യം 6 to 8 hours സൂര്യപ്രകാശം വേണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് മിക്ക പൂക്കുന്ന ചെടികൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത് സൂര്യപ്രകാശം തന്നെയാണ്. ഈവൻ നമ്മുടെ ബിഗോണിയ ചെടികൾക്കും കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ തന്നെയും കുറച്ച് സൺലൈറ്റ്, അതായത് രാവിലത്തെ സൂര്യപ്രകാശം ആ ചെടികൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ പൂക്കത്തുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡിൽ നിൽക്കുന്നത് പൂ വളരെ കുറവായിരിക്കും. അപ്പോൾ മിക്ക പൂക്കുന്ന ചെടികൾ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തന്ന മൊസാൻഡ, അതുപോലെ തന്നെ നമ്മുടെ ഇക്സോറ, റോസ്, ഇതിനൊക്കെയും ബിഗോണിയ, ഇതിനൊക്കെയും നല്ല സൺലൈറ്റ് വേണ്ടിയ ചെടികൾ തന്നെയാണ്. മാരിഗോൾഡ്, ബൊഗൈൻവില്ല, ഇതിനൊക്കെയും നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കണം.
അതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടിയത് നല്ല ഗ്രോത്തിന് നമ്മൾ നൈട്രജൻ വളങ്ങളും അതുപോലെ ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസും പൊട്ടാഷ്യവും ചേർന്നുള്ള വളങ്ങൾ വേണം എപ്പോഴും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ പൂക്കുന്ന ചെടികൾക്ക് മെയിനായിട്ടും പെസ്റ്റ് അറ്റാക്സ് മിക്ക ചെടികൾക്കും കൂടുതലായി, അതായത് അതിൻ്റെ ഇലകളൊക്കെ വന്ന് മറ്റ് കീടങ്ങൾ ആക്രമിക്കും. അപ്പോൾ അത് ഈവൻ റോസ് ചെടികൾ പോലും ഈ കീടങ്ങളുടെ അറ്റാക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെയും ഈ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നീം ഓയിൽ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതായത് നിങ്ങൾ 1 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലൊരു 2 ml നീം ഓയിൽ കലക്കിയതിന് ശേഷം അത് ഇലകളിലൊക്കെ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകൾ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ വരുന്ന പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് നമുക്ക് ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ കൂടുതലും നമ്മൾ പൂക്കുന്ന ചെടികളെക്കുറിച്ചാണ് പറഞ്ഞത്. അന്നേരം ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്, എനിക്കറിയാത്ത മറ്റു പൂക്കുന്ന ചെടികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റ് പൂക്കുന്ന ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മണമുള്ള ചെടി ഒരാളുടെ കാര്യം ഞാൻ പറയാൻ മറന്നു, അതായത് നമ്മുടെ മുല്ല, പിച്ചി അങ്ങനെയുള്ള ചെടികളും വളരെ നല്ലതാണ്. മുല്ലപ്പൂവിൻ്റെയൊക്കെ മണം ഭയങ്കര ഇതാണ്. അന്നേരം മുല്ലപ്പൂ പൂക്കുന്ന ചെടികളിൽ ഏറ്റവും നല്ലൊരു ചെടിയാണ് മുല്ലപ്പൂ. അതുപോലെ പിച്ചിയെ, പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് നൈറ്റ് ക്വീൻ എന്ന് പറയുന്നൊരു വെറൈറ്റി, അതും പൂക്കുന്ന ചെടികളിൽ ഏറ്റവും ബെസ്റ്റാണ്. അത് ഇവനൊരു സന്ധ്യാസമയം ആകുമ്പോഴാണ് ആ ചെടി പൂക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ നൈറ്റ് ക്വീൻ എന്ന് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ ഉണ്ട് നൈറ്റ് ക്വീന്. അതുപോലെ തന്നെ മുല്ലയും പല വെറൈറ്റീസ് ഉണ്ട്, സിംഗിൾ പെറ്റൽഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡബിൾ പെറ്റൽഡ്. ഇത് മുല്ലയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതാണ് നൈറ്റ് ക്വീൻ എന്ന് പറയുന്ന ചെടി. ഇതും കാണാൻ ഒത്തിരി നല്ല. ഇതിന് വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.